പ്രമുഖർ ശ്രീനിവാസന് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ ഇനി ചില്ലറ മിനിറ്റുകൾ മാത്രമാണ് അദ്ദേഹം കേരളക്കരയിൽ ഉണ്ടാവുക, പിറന്ന നാട്ടിൽ ഉണ്ടാവുക എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ സംസ്കാര ചടങ്ങുകൾക്ക് ഇനി ഏതാണ്ട് 50 മിനിറ്റ് മാത്രം ബാക്കിയാണ്. ഡാനി പോൾ അവിടെയുണ്ട്, ഒപ്പം ആജ്ഞ രവീന്ദ്രനും നമ്മോടൊപ്പം ചേരും. ആദ്യം ഡാനിയിലേക്ക്. ഡാനി, ഇന്നലെ വലിയ പ്രവാഹമായിരുന്നു ടൗൺ ഹാളിലായാലും ഒപ്പം വസതിയിലായാലും ഒക്കെ. ഇന്നും രാവിലെ ഒരുപാട് ആളുകൾ അങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് പ്രിയപ്പെട്ട കലാകാരനെ ഒരു നോക്ക് കാണാനായി. കൃത്യം 10 മണിക്ക് തന്നെ സംസ്കാര ചടങ്ങുകൾ ആരംഭിക്കും. അങ്ങനെയാണോ ഇപ്പോൾ ക്രമീകരണങ്ങൾ? ഡാനിലേക്ക് വരാം അല്പസമയത്തിനകം തന്നെ. നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത് നടൻ സൂര്യയാണ്. നടൻ പൃഥ്വിരാജും അല്പം മുമ്പ് എത്തി. അങ്ങനെ മലയാള സിനിമയുമായി ബന്ധപ്പെട്ട് ഒരുപാട് ചരിത്രങ്ങൾ ശ്രീനിവാസന് പറയാനുണ്ട്. അതുപോലെ തന്നെ ശ്രീനുയുടെ തിരക്കഥകളൊക്കെ പലപ്പോഴും മറ്റു സംസ്ഥാനങ്ങളിലെ തമിഴിലെയും തെലുങ്കിലെയും കന്നഡയിലെയും ഹിന്ദിയിലെയും ഒക്കെ ഒരുപാട് സിനിമകളായി വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുണ്ട്, ചിത്രീകരിക്കപ്പെട്ടിട്ടുണ്ട്, റീമേക്ക് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അവിടെയൊക്കെ അവർക്കൊക്കെ ഒരു പാഠപുസ്തകമാണ് ശ്രീനിവാസൻ്റെ തിരക്കഥ എന്ന് പറയുന്നത്. അങ്ങനെയാണ് നടൻ സൂര്യയും ഏറെ ആദരവാണ് ശ്രീനിയോട് എന്ന് പറയുമ്പോൾ അത് വളരെ പ്രധാനപ്പെട്ട ഒരു അടയാളപ്പെടുത്തലാണ്. എത്രത്തോളം സ്വാധീനം ചെലുത്തിയിരുന്ന, എത്രത്തോളം കലാഹൃദയമുള്ള ഒരാളായിരുന്നു ഈ നാട് വിട്ടു പോകുന്നത് എന്നുള്ളത്. നമ്മൾ ഇന്നലെയൊക്കെ പറഞ്ഞതുപോലെ ശ്രീനിവാസൻ പോകുമ്പോൾ മായുന്നത് ഒരു ചരിത്രമാണ്, സിനിമയുടെ ഒരു കാലമാണ്. ഇനി ശ്രീനിവാസൻ്റെ തിരക്കഥകളില്ലാത്ത, ശ്രീനിവാസൻ്റെ നർമ്മരസപ്രധാനമായ റോളുകളില്ലാത്ത സിനിമയാണ് മലയാളത്തിൽ ബാക്കി നിൽക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം. ഡാനി ഇപ്പോൾ ചെയ്യുന്നു. ഡാനി, ഇപ്പോൾ മനസ്സിലാക്കേണ്ടത് ഇനി 50 മിനിറ്റ് മാത്രമാണ് ശ്രീനിവാസൻ ഈ ലോകത്തുണ്ടാവുക. അദ്ദേഹത്തെ അന്ത്യാഞ്ജലി അർപ്പിക്കാനായുള്ള അവസാന ശ്രമത്തിലാണ് അദ്ദേഹത്തോട് ഏറെ സ്നേഹിക്കുന്ന ആളുകൾ. 10 മണിക്ക് തന്നെ സംസ്കാര ചടങ്ങുകൾ ആരംഭിക്കുക, ആ തരത്തിലുള്ള ക്രമീകരണങ്ങളാണോ ഇപ്പോൾ? രഞ്ജിത്ത്, നിലവിൽ ഉള്ള ക്രമീകരണങ്ങൾ അത് ഏർപ്പെടുത്തിയിരിക്കുന്നതും ഈ രീതിയിലാണ്. കൃത്യമായി 10 മണിക്ക് തന്നെ സംസ്കാര ചടങ്ങുകൾ തുടങ്ങുക എന്നതാണ്. ഇപ്പോൾ രമേശ് ചെന്നിത്തല അടക്കമുള്ളവർ ഇവിടെ അന്ത്യാഞ്ജലി അർപ്പിച്ച് മടങ്ങുകയാണ്. നിരവധിയായ രാഷ്ട്രീയ നേതാക്കൾ ഇവിടേക്ക് എത്തുന്നു. നേരത്തെ രാമചന്ദ്രൻ കടന്നപ്പള്ളി മന്ത്രി ഇവിടെ എത്തുന്നുണ്ടായി. അതിനുശേഷം ബെന്നി ബെഹനാൻ MP, അതോടൊപ്പം വേറെ മറ്റ് MLA അടക്കമുള്ളവർ ഇവിടേക്ക്, മന്ത്രി P പ്രസാദ് തുടങ്ങിയവർ ഇവിടേക്ക് വന്നിട്ടുണ്ട്. ഇപ്പോൾ രമേശ് ചെന്നിത്തല അന്ത്യാഞ്ജലി അർപ്പിച്ച് മടങ്ങുകയാണ്. അങ്ങനെ നിരവധിയായ പ്രമുഖർ ഇവിടേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. ഇവിടെ ശ്രീനിവാസന് അന്ത്യാഞ്ജലികൾ അർപ്പിച്ച് പ്രണാമം അർപ്പിച്ച് ഇവിടെ നിന്ന് മടങ്ങുകയാണ്. വലിയ തിരക്കാണ് ഇവിടെ അനുഭവപ്പെടുന്നത്. ഇന്നലെ നമ്മൾ ടൗൺ ഹാളിൽ കണ്ട അതേ തിരക്ക് അതേ തോതിൽ തന്നെ ഒരളവും വ്യത്യാസമില്ലാതെ തന്നെ ഇവിടേക്ക് വരുന്നു. നമ്മൾ ഇന്ന് പ്രതീക്ഷിച്ചത് ഇന്നലെ എറണാകുളം ടൗൺ ഹാളിൽ ഇപ്പോൾ രമേശ് ചെന്നിത്തല മാധ്യമങ്ങളെ കാണുകയാണ് തത്സമയം. നമ്മളെ ഒത്തിരി ചിരിപ്പിക്കുകയും വേദനിപ്പിക്കുകയും സന്തോഷിപ്പിക്കുകയും കരയിപ്പിക്കുകയും ഒക്കെ ചെയ്ത അതുല്യനായ നടനാണ് ശ്രീനിവാസൻ. വ്യക്തിപരമായി ഞങ്ങളോടൊക്കെ വളരെയേറെ സ്നേഹമുണ്ടായിരുന്ന ഒരാളാണ്. തീർച്ചയായും കേരളത്തിലൊരു വലിയ നഷ്ടം തന്നെയാണ്. ഇനി ഒരു ശ്രീനിവാസൻ എന്നുണ്ടാകും എന്നാണ് എല്ലാവരും ആലോചിക്കുന്നത്. മലയാളത്തിൽ മറക്കാൻ കഴിയാത്ത കഥാപാത്രങ്ങളെ സംഭാവന ചെയ്ത വ്യക്തിയാണ്. തന്നെയുമല്ല, അദ്ദേഹത്തിന്റെ പല വാചകങ്ങളൊക്കെ നമ്മളെല്ലാവരും പ്രസംഗങ്ങളിലും സ്വാഭാവികമായ നമ്മുടെ വർത്തമാനത്തിനിടയിലും ഒക്കെ വരുന്ന ഒന്നാണ്. അതൊക്കെ ഇപ്പോഴും എന്റെ മനസ്സിലൂടെ ഇങ്ങനെ കടന്നു വരികയാണ്. എത്ര നാൾ കഴിഞ്ഞാലും അദ്ദേഹത്തിന്റെ ആ വാചകങ്ങളും വാക്കുകളും ഒക്കെ നമ്മുടെ മനസ്സിൽ എന്നും തങ്ങി നിൽക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. അദ്ദേഹം ഒരു അതുല്യനായ നടൻ തന്നെയാണ്. മലയാളത്തിൽ ഏറ്റവും നന്നായ നിലയിൽ വിമർശനം, അത് മധുരത്തിൽ പൊതിഞ്ഞ വിമർശനമാണെങ്കിലും ശക്തമായ വിമർശനമാണെങ്കിലും എല്ലാം നമുക്ക് നൽകിയ ഒരു മഹാനടനാണ് ശ്രീനിവാസൻ. അദ്ദേഹത്തിന്റെ ഓർമ്മകൾക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. രമേശ് ചെന്നിത്തല മാധ്യമങ്ങളെ കണ്ട് മടങ്ങുകയായിരുന്നു. ഡാനി ഇപ്പോൾ അവിടെയുണ്ട്. ഡാനി, തുടരാം. ആജ്ഞയിലേക്ക് ആജ്ഞ രവീന്ദ്രനും ഉണ്ട്. ആജ്ഞ, ഇപ്പോഴും വലിയ പ്രവാഹമുണ്ട് അവിടെ. എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? ഒരുപാട് ആളുകൾ ഇപ്പോഴും ശ്രീനിവാസനെ അവസാനമായി കാണാനായി
എത്തിക്കൊണ്ടിരിക്കുകയാണോ? തീർച്ചയായിട്ടും രഞ്ജിത, ഇന്നലെ തുടങ്ങിയ ഈ പൊതുദർശനമാണ് ഇന്നലെ മുതൽ തന്നെ നമുക്കറിയാം എറണാകുളം ടൗൺ ഹാളിൽ ഉൾപ്പെടെ നിരവധി ആളുകളാണ് എത്തിച്ചേർന്നിരിക്കുന്നത്. എന്നിട്ടും കണ്ടു കഴിയാത്ത തരത്തിലേക്കാണ് ആളുകൾ ഇന്നും വന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെയും ഇന്ന് രാവിലെ മുതൽ ആയിരക്കണക്കിന് ആളുകളാണ് സൂര്യ, പൃഥ്വിരാജ് തുടങ്ങിയ പ്രമുഖരായ എല്ലാവരും അദ്ദേഹത്തെ കാണാൻ എത്തിയിരിക്കുന്നത്. അദ്ദേഹം ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു ഫെയിം, ശ്രീനിവാസൻ എന്ന് പറയുന്ന നടനെ അടയാളപ്പെടുത്തുന്നത് എങ്ങനെയൊക്കെയാണ് എന്ന് ഉള്ള കാര്യം നമുക്ക് വാക്കുകൾക്ക് അതീതമാണ് എന്നുള്ള കാര്യം വ്യക്തമാക്കുന്ന തരത്തിലാണ് ഇവിടേക്ക് ആളുകൾ അദ്ദേഹത്തെ കാണാൻ വന്നത്. അദ്ദേഹത്തിന്റെ ആരാധകരുണ്ട്, സിനിമാ പ്രവർത്തകരുണ്ട്, അദ്ദേഹത്തെ അത്രയധികം സ്നേഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് ഇവിടെ. എന്തായാലും നിരന്തരം ഇപ്പോൾ 10 മണി വരെയാണ് ഈ പൊതുദർശന സമയമെന്ന് പറയുന്നു. 10 മണിക്ക് അദ്ദേഹത്തിന്റെ സംസ്കാര ചടങ്ങുകൾ ആരംഭിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. എന്നിരുന്നാലും ആളുകൾ എത്തിത്തീരുമോ, കണ്ടു കഴിയുമോ എന്നുള്ള ഒരു ആശങ്ക ബാക്കി നിൽക്കുകയാണ്. കാരണം അതുപോലെ നമുക്ക് കാണാം, ദൃശ്യങ്ങളിലൊക്കെ കാണാം, അതുപോലെ ജനപ്രവാഹമാണ് ഇവിടേക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും പ്രമുഖരായ ആളുകൾ എത്തുന്നു, പ്രമുഖരല്ലാത്തവരും സാധാരണക്കാരായ ആളുകളും. ശ്രീനിയേട്ടൻ എന്ന് പറയുന്ന അവരുടെ പ്രിയപ്പെട്ട നടനെ, സംവിധായകനെ, സിനിമാ പ്രവർത്തകനെ കാണാൻ വേണ്ടി അദ്ദേഹത്തെ കാണാൻ വേണ്ടി എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എന്തായാലും 10 മണിയോടുകൂടി അദ്ദേഹത്തിന്റെ മൃതദേഹം സംസ്കാര ചടങ്ങുകൾ തുടങ്ങുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ വലിയ ആൾക്കൂട്ടമാണ് ഇപ്പോഴും ഇവിടെയുള്ളത്. ഇവിടെ ശ്രീനേരത്തിനെ അവസാനമായി ഒരു നിമിഷം ഒരു നോക്ക് കാണാൻ വേണ്ടി എത്തുന്ന ആളുകളെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണുക തന്നെ ചെയ്യാം. അതേസമയം രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ പ്രമുഖർ എത്തിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയിൽ നമുക്ക് കാണാം. നിരവധി പേര് ഇപ്പോഴും അന്തിമോപചാരമർപ്പിക്കാൻ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ശ്രീനിവാസൻ എന്ന് പറയുന്ന നടനെ അടയാളപ്പെടുത്തിയത് അങ്ങനെയാണ്. നടനെ സാമൂഹ്യ സിനിമാ രംഗങ്ങളിൽ അദ്ദേഹം എങ്ങനെയാണ് അടയാളപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതിന് വ്യക്തമായ ഒരു ഉദാഹരണം കൂടിയാണ് നമുക്കിതിന് നമ്മുടെ കൺമുൻപിൽ കാണാൻ കഴിയുന്നത്. ശ്രീനിവാസൻ എന്ന് പറയുന്ന ഒരു കാലഘട്ടം അവസാനിക്കുമ്പോൾ അപ്പം മുമ്പ് രമേശ് ചെന്നിത്തല പറഞ്ഞതുപോലെ ഇനി പകരം ഒരാളുണ്ടാകുമോ എന്നുള്ള ആശങ്കയാണ്. പകരം ഒരാളുണ്ടാകില്ല എന്നും മലയാളമുള്ളിടത്തോളം കാലം കഴിയുന്നതൊക്കെ മാറ്റിവെച്ചിട്ടാണ് ശ്രീനിവാസൻ എന്ന് പറയുന്ന അതുല്യനായ പ്രതിഭ യാത്രയാകുന്നത് എന്നുള്ള കാര്യമാണ് വ്യസന സമേതം ഈ സമയത്ത് നമുക്ക് ഓർക്കാൻ കഴിയുക. അദ്ദേഹത്തെ ഓർമ്മപ്പെടുത്താൻ കഴിയുന്നതുമൊക്കെ അങ്ങനെ തന്നെയാണ്. നമുക്ക് വെള്ളിത്തിരയിൽ കണ്ടു മറന്നിട്ടുള്ള വിവിധ തരം കഥാപാത്രങ്ങൾ ഒന്നും മറ്റൊന്നിനോട് സാമ്യപ്പെടുത്താനോ അതല്ലെങ്കിൽ സാദൃശ്യപ്പെടുത്താനോ കഴിയാത്ത തരത്തിലുള്ള കഥാപാത്രങ്ങൾ, അദ്ദേഹത്തിന്റെ തിരക്കഥകളിലൂടെ രചിച്ചിട്ടുള്ള ഡയലോഗുകൾ, അല്ലെങ്കിൽ സന്ദേശം പോലുള്ള സിനിമകൾ പറഞ്ഞു വെക്കുന്ന രാഷ്ട്രീയ പശ്ചാത്തലം, അറബിക്കഥയിലെത്തുന്ന രാഷ്ട്രീയ വിമർശനം, അത് എക്കാലവും